നമസ്കാരം. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങളുമായി ഇറാനും അമേരിക്കയും രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി തുറന്നുകൊടുക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തിന് വലിയ ആശ്വാസമാണ് പകരുന്നത്. എന്നാൽ ഈ നീക്കം ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇറാന്റെ താൽപ്പര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വിരുദ്ധമായി ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതെന്ന വിമർശനം ഇറാനിലെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളും വിദ്യാർത്ഥി സംഘടനകളും ഈ തീരുമാനത്തെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ US സഖ്യം ഇറാനെതിരെ ആക്രമണം തുടങ്ങിയ ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായാണ് ഹോർമുസ് തുറക്കാൻ ഇറാൻ തയ്യാറാകുന്നത്. എങ്കിലും എല്ലാ കപ്പലുകളെയും കടത്തിവിടുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള തീരുമാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രാധാന്യത്തോടെയാണ് സ്വാഗതം ചെയ്തത്. ലോകത്തിന് ലഭിച്ച ഏറ്റവും മികച്ച വാർത്തയെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഇറാന്റെ തീരുമാനത്തിന് നന്ദി പറഞ്ഞ ട്രംപ് പക്ഷേ അമേരിക്കയുടെ നിരീക്ഷണവും നിയന്ത്രണങ്ങളും കടലിടുക്കിൽ തുടരുമെന്ന വ്യക്തമായ സൂചനയും നൽകി. ഇറാനിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോകുന്ന കപ്പലുകളെ തടയുന്ന നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തന്നെ ഇറാനുമായി ഉടൻ ഒരു സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവച്ചു. ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാഗമായുള്ള അവശിഷ്ടങ്ങൾ ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണെന്നും ഇതിനായി കർശനമായ നിബന്ധനകൾ വെക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ ആണവ അവശിഷ്ടങ്ങൾ കൈമാറുന്നതിന് പകരമായി ഇറാൻ പ്രതീക്ഷിക്കുന്ന വൻ തുക നൽകാൻ അമേരിക്ക തയ്യാറല്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധക്കെടുതികൾ പരിഹരിക്കുന്നതിനായി ഇറാൻ ആവശ്യപ്പെട്ട ഭീമമായ നഷ്ടപരിഹാര തുകയുടെ കാര്യത്തിലും തർക്കം തുടരുകയാണ്. യുദ്ധത്തിൽ തകർന്ന തങ്ങളുടെ ആണവ പദ്ധതികളുടെ പുനരുദ്ധാരണത്തിനും മറ്റുമായി ഏതാണ്ട് $27 ബില്യൺ ഇറാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനു പകരമായി കാശൊന്നും നൽകില്ലെന്ന കർക്കശമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 2000 കിലോയോളം വരുന്ന യുറേനിയം കൈമാറുന്നതിലൂടെ ഇറാന്റെ ആണവായുധ മോഹങ്ങൾക്ക് തടയിടാമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. മാനുഷിക പരിഗണനകൾ മുൻനിർത്തി നിശ്ചിത തുക നൽകാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി പണം നൽകുന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഈ തർക്കങ്ങൾ നിലനിൽക്കെ തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളുടെ സഹകരണത്തോടെ ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ തുടരാൻ ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുമുണ്ട്. അന്താരാഷ്ട്ര സഖ്യമായ നാറ്റോയോടുള്ള തന്റെ വിയോജിപ്പും ട്രംപ് ഈ അവസരത്തിൽ പരസ്യമാക്കിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ കാര്യങ്ങളിൽ സഹായം വാഗ്ദാനം ചെയ്ത് നാറ്റോ രംഗത്തെത്തിയെങ്കിലും ട്രംപ് അത് നിരാകരിക്കുകയായിരുന്നു. താൻ സഹായം ആവശ്യപ്പെട്ടപ്പോൾ മുഖം തിരിച്ച നാറ്റോയുടെ ഇപ്പോഴത്തെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. നാറ്റോ സഖ്യത്തിൽ നിന്നും അമേരിക്ക പിന്മാറുമെന്ന സൂചനകൾ നൽകുന്നതിലൂടെ ആഗോള പ്രതിരോധ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് ട്രംപ് തിരികൊളുത്തുന്നത്. IRGCയുടെ പരിശോധനകൾക്ക് ശേഷം ഇറാന്റെ സൈനിക താൽപര്യങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്നത്. ചരക്കുനീക്കം സുഗമമാക്കാൻ കടലിടുക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന മൈൻ കെണികൾ അഥവാ ബോംബുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സമാധാന ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ട്രംപ് നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് ഈ കരാറുകളിലൂടെ ശാശ്വത പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകരാജ്യങ്ങൾ.